വെൽക്കം ടു ദി വീഡിയോ ഓൺ ഹാർഡ് ഡിസ്ക്. ഒരു ഹാർഡ് ഡിസ്കിലേക്ക് ID അല്ലെങ്കിൽ SATA കേബിൾ എങ്ങനെ കണക്ട് ചെയ്യാം എന്ന് നോക്കാം. ആദ്യം ഹാർഡ് ഡിസ്കിൻ്റെ ഇൻ്റർഫേസ് തിരിച്ചറിയുക. ഇത് ID ഇൻ്റർഫേസ് ഉള്ള ഹാർഡ് ഡിസ്ക്കാണ്. ഈ കാണുന്നത് SATA ഇൻ്റർഫേസ് ഉള്ള ഹാർഡ് ഡിസ്കും. ഇപ്പോൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾ മിക്കവാറും SATA ഇൻ്റർഫേസ് ഉള്ള ഹാർഡ് ഡിസ്ക്കാണ് കാണപ്പെടുന്നത്. നമുക്ക് എന്നാൽ ID ഇൻ്റർഫേസ് ഉള്ള ഹാർഡ് ഡിസ്കിലേക്ക് എങ്ങനെ ഡാറ്റ കേബിൾ കണക്ട് ചെയ്യാം എന്ന് നോക്കാം. 40 പിന്നുള്ള പരന്ന കണക്ടറാണ് IDE കേബിൾ. IDE കേബിൾ ഹാർഡ് ഡിസ്കിലെ ID ഇൻ്റർഫേസിലേക്ക് പതുക്കെ അകത്തേക്ക് പ്രസ് ചെയ്ത് നൽകുക. സുരക്ഷിതമായി ഇൻസേർട്ടായി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം SMPSൽ നിന്ന് വരുന്ന 4-പിൻ മോളക്സ് കണക്ടർ ഹാർഡ് ഡിസ്കിലെ പവർ സോക്കറ്റിലേക്ക് പ്ലഗ് ചെയ്ത് നൽകുക. ഇനി നമുക്ക് SATA ഹാർഡ് ഡിസ്കിലേക്ക് പോകാം. ഈ കാണുന്നതാണ് SATA പവർ. SMPSൽ വരുന്ന SATA പവർ നമ്മുടെ SATA ഹാർഡ് ഡിസ്കിലെ പവർ സോക്കറ്റിലേക്ക് പ്രസ് ചെയ്ത് നൽകുക. അതിനുശേഷം L ഷേപ്പ് ആകൃതിയുള്ള ഈ കണക്ടർ, ഇതാണ് SATA കേബിൾ. ഈ SATA കേബിൾ ഹാർഡ് ഡിസ്കിലെ SATA പോർട്ടിലേക്ക് പ്ലഗ് ചെയ്ത് നൽകുക. ഇപ്പോൾ നമ്മൾക്ക് SATAയിലേക്ക് പവറും അതുപോലെ തന്നെ ഡാറ്റ കേബിളും IDE SATA കേബിളുടെ കണക്ഷനും ഹാർഡ് ഡിസ്കിലേക്കുള്ള പവർ കണക്ഷനും പൂർത്തിയായി.